ഹലോ, ഞാൻ നിങ്ങളുടെ ശീശു. ശീശൂസ് കിഡ്സ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പു അണ്ണാനും കുഞ്ഞിക്കിളിയും. ഒരു വലിയ കാട്ടിൽ അപ്പു എന്നു പേരുള്ള ഒരു മിടുക്കനായ അണ്ണാനുണ്ടായിരുന്നു. അപ്പുവിന് മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ശേഖരിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അവൻ വളരെ വേഗത്തിൽ മരങ്ങളിൽ ഓടിക്കയറുകയും ധാരാളം പഴങ്ങൾ ശേഖരിച്ച് തൻ്റെ മാളത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ എത്ര മിടുക്കനാണ്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, അപ്പു സ്വയം പറയുമായിരുന്നു. അവൻ തൻ്റെ ശേഖരത്തിൽ മാത്രം ശ്രദ്ധിച്ചു. ചുറ്റുമുള്ള മറ്റുള്ളവരെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. ഒരു ദിവസം അപ്പു അണ്ണാൻ പതിവ് പോലെ പഴങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള മരത്തിൽ നിന്ന് ഒരു കൊച്ചു കിളിയുടെ സങ്കടം നിറഞ്ഞ കരച്ചിൽ അവൻ കേട്ടു. കുഞ്ഞിക്കിളിയായിരുന്നു അത്. കാറ്റിൽ അവളുടെ കൂട് ചെറുതായി ഇളകുകയും അതിലുണ്ടായിരുന്ന ഒരു മുട്ട താഴെ വീഴുകയും ചെയ്തിരുന്നു. കുഞ്ഞിക്കിളിക്ക് ആ മുട്ട തിരികെ കൂട്ടിൽ വെക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് വളരെ സങ്കടമായി. അപ്പു അണ്ണൻ ആദ്യം അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലി തുടർന്നു. പക്ഷേ കുഞ്ഞിക്കിളിയുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. അപ്പുവിന് അവളുടെ സങ്കടം കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. അവൻ തൻ്റെ പഴങ്ങളുടെ ശേഖരണം നിർത്തി കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് പോയി. എന്തു പറ്റി കുഞ്ഞിക്കിളി? അപ്പു ചോദിച്ചു. എൻ്റെ മുട്ട താഴെ വീണുപോയി, എനിക്കത് തിരികെ കൂട്ടിൽ വെക്കാൻ കഴിയുന്നില്ല, കുഞ്ഞിക്കിളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പു അണ്ണൻ താഴെ വീണ മുട്ട നോക്കി. അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായിരുന്നു. അവൻ പതിയെ വളരെ ശ്രദ്ധയോടെ മുട്ടയെടുത്ത് തൻ്റെ വാലിൽ താങ്ങി മരത്തിൽ വേഗത്തിൽ കയറി കുഞ്ഞിക്കിളിയുടെ കൂട്ടിൽ വെച്ചു കൊടുത്തു. കുഞ്ഞിക്കിളിക്ക് സന്തോഷം അടക്കാനായില്ല. നന്ദി അപ്പു, നീ എന്നെ ഒരുപാട് സഹായിച്ചു. നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മുട്ട നഷ്ടപ്പെട്ടേനെ, അവൾ ചിറകുകൾ വിടർത്തി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പു അണ്ണാന് കുഞ്ഞിക്കിളിയെ സഹായിച്ചതിൽ വലിയ സന്തോഷം തോന്നി. പഴങ്ങൾ ശേഖരിച്ചതിനേക്കാൾ വലിയ സന്തോഷം അവന് അപ്പോൾ അനുഭവപ്പെട്ടു. മറ്റൊരാളെ സഹായിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്ന് അപ്പുവിന് മനസ്സിലായി. അന്നു മുതൽ അപ്പു അണ്ണൻ തൻ്റെ കാര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനും സമയം കണ്ടെത്തി. അവൻ മനസ്സിലാക്കി, സ്വന്തം സന്തോഷം മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന്. ഈ കഥ നൽകുന്ന പാഠം: സഹായിക്കാൻ മനസ്സുണ്ടാവുക. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക്